പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരി സൗദം സൊസൈറ്റി സാഹിത്യ ശില്പശാലയുടെ ഭാഗമായി രാമായണ സെമിനാർ സംഘടിപ്പിച്ചു. ദേവകി ചെമ്പുക്കാട്ടിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച രാമായണ സെമിനാർ ഡോക്ടർ പുത്തേഴുത്ത് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമനെ മനുഷ്യനായി വീക്ഷിച്ച് സൽഗുണങ്ങൾ നമ്മൾ അനുകരിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. വാൽമീകി രാമായണത്തെ പോലെ ശ്രീരാമനെ ഉത്തമനായൊരു മനുഷ്യനായി ചിത്രീകരിക്കുമ്പോഴാണ് രാമായണത്തിന്റെ മാഹാത്മ്യം വർദ്ധിക്കുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. മാസിക രക്ഷാധികാരി കുറ്റിപ്പുഴ രവി അധ്യക്ഷത വഹിച്ചു. രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് പ്രാധാന്യമുള്ളവയാണെന്ന് അദ്ദേഹം ദൃഷ്ടാന്തീകരിച്ചു. മികച്ച ആധ്യാത്മിക സാംസ്കാരിക പ്രവർത്തകർക്ക് സൊസൈറ്റി നൽകുന്ന ഭക്തശ്രീ അവാർഡ് പ്രശസ്ത സിനിമ സീരിയൽ നടി സി രമാദേവിക്ക് ജനറൽ സെക്രട്ടറി പ്രൊഫസർ പുന്നയ്ക്ക നാരായണൻ സമ്മാനിച്ചു. പ്രശസ്തി ഫലകവും 5001 രൂപയുമാണ് അവാർഡായി നൽകിയത്. ധർമ്മപ്രധാനമായ രാമായണത്തെ ആധ്യാത്മ രാമായണത്തിന്റെ ചുവട് പിടിപ്പിച്ച് ഭക്തിപ്രധാനമാക്കുന്നത് രാമായണ മഹത്വത്തെ ഇകഴ്ത്തി കാണിക്കലാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. വിജയൻ മേനോന് കൊടുത്തിട്ടുണ്ട്, ക്യാപ്റ്റൻ രാധാകൃഷ്ണൻ കൊടുത്തു, വിജയൻ മേനോന് കൊടുത്തു, തൃശ്ശൂർ രാമകൃഷ്ണൻ കൊടുത്തു, പിന്നെ നമ്മുടെ അന്തരീക്ഷകൻ കൊടുത്തു, ഇപ്പോൾ 6ാമത് കൊടുക്കുന്നു ഇപ്പോൾ നമ്മുടെ അവാർഡിൻ്റെ തുക കുറച്ചെങ്കിലും അവാർഡിൻ്റെ വെയിറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. വെയിറ്റ് കൂടി വരികയാണ്. അത് തുകയമല്ല, ആദ്യം നമ്മൾ 10,001 രൂപയാണ് കൊടുത്തിരുന്നത്, ഇപ്പോൾ 5,001 രൂപയെ കുറച്ചു പോകും. കാരണം തുകയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കുറച്ച് വരുന്നത്. ഈ കുറച്ച് കഴിയുന്ന തുക വേണ്ട എന്നുള്ളതാണ് നമ്മളുടെ തോന്നുന്നു. ആ രീതിയിലാണ് നമ്മുടെ സമീപനം, അതാണ് നമ്മുടെ സമീപനം. രാമായണത്തിന്റെ സാഹിത്യ മഹത്വം എന്ന വിഷയം പ്രശസ്ത സിനി സീരിയൽ നടൻ നന്ദകിഷോർ അവതരിപ്പിച്ചു. രാമായണത്തിന്റെ സാഹിത്യ മഹത്വം എന്നത് മനുഷ്യന്റെ മഹത്വമാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കലാണ് മഹത്തായ സാഹിത്യകൃതികളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. അബ്രഹാം കൂള, KR രാജു മാസ്റ്റർ, PV രാമൻ, ഉഷ രാമചന്ദ്രൻ, വർഗീസ് സത്താണി എന്നിവർ പ്രസംഗിച്ചു. ഉച്ചതിരിഞ്ഞ് നടന്ന സമാപന സമ്മേളനം ഡോക്ടർ D നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരന്മാരുടെ രചനകൾ ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ ഉതകണമെന്ന് അദ്ദേഹം പറഞ്ഞു. കവി ഉണ്ണികൃഷ്ണൻ പുലരി അധ്യക്ഷത വഹിച്ചു. E സുമതിക്കുട്ടി അവലോകന പ്രസംഗം നടത്തി. ശില്പശാലയിൽ പങ്കെടുത്തവർക്ക് പ്രൊഫസർ പുന്നയ്ക്ക നാരായണൻ സർട്ടിഫിക്കറ്റും സാഹിത്യ ഗ്രന്ഥങ്ങളും സമ്മാനിച്ചു. സാലി തോമസ് സ്വാഗതവും KS സിദ്ദീഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.